ബിഗ് ബോസ് മലയാളം സീസൺ 4 രണ്ടാഴ്ചകൾ പിന്നിടുമ്പോൾ പിൻനിരയിൽ നിന്നും മുൻനിരയിലേക്ക് ഉയർന്നു വന്ന കണ്ടസ്റ്റൻസിൽ ഒരാൾ ആണ് ദിൽഷ. ബിഗ് ബോസ് മലയാളം ഈ സീസൺ തുടങ്ങുമ്പോൾ വളരെ ഒതുങ്ങി അധികമൊന്നിലും ഇടപെടാതെ ഒരു ക്യൂട്ട് ഗേളായി എപ്പോഴും നിറഞ്ഞ പുഞ്ചിരിയുമായി ഇരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് മാത്രമായിരുന്നു ദിൽഷ. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരെയും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എന്നും ഒതുങ്ങി നിന്നാൽ മതിയോ, വരും ദിവസങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി എക്സ്പോസ് ആകണമെന്ന്. ലാലേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ ദിൽഷ എന്ന കണ്ടസ്റ്റന്റ് പറഞ്ഞത്, ഞാൻ ഇങ്ങനെയാണ്, പിന്നെ കൂടുതൽ ഇടപെടലുകൾ നടത്താനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടില്ല, ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായും കളത്തിലിറങ്ങിയിരിക്കുമെന്ന്. ലാലേട്ടന്റെ വാക്കുകൾ ഉൾക്കൊണ്ട പ്രചോദനമാണോ അതോ സ്വയം ഉണ്ടായ ഉള്ളുവിളിയാണോ എന്നറിയില്ല. മാലയോഗം എന്ന ടാസ്ക് മുതൽ ദിൽഷ എന്ന കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിൽ നിറഞ്ഞാടുകയാണ്. ശക്തരായ ടീമുകൾ എതിരാളികളായി ഉള്ളപ്പോൾ തന്റെ മനക്കരുത്തുകൊണ്ടും ഗെയിമിനെ ഗെയിമായി കാണാനുള്ള സ്പോർട്സ്മാൻ സ്പിരിറ്റ് കൊണ്ടും താരതമ്യേന വീക്കായ ടീം അംഗങ്ങളുമായി ആദ്യ ടാസ്കിലെ വിജയം. പിന്നീട് അങ്ങോട്ടുള്ള ബിഗ് ബോസ് ഹൗസിലെ ദിവസങ്ങൾ ദിൽഷയുടെ കൂടി ആകുകയായിരുന്നു എന്ന് വേണം പറയാൻ. ഭാഗ്യപേടകം എന്ന ടാസ്കിലും ദിൽഷയുടെ വൻ മുന്നേറ്റം തന്നെയാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചത്. ശക്തരായ മത്സരാർത്ഥികൾ മറ്റു പലരുമുള്ളപ്പോൾ പൊരുതി നേടിയ 2ാം സ്ഥാനവും ദിൽഷ എന്ന കണ്ടസ്റ്റന്റിന് അടുത്തയാഴ്ചയിലെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വഴി തെളിയുകയായിരുന്നു. ഒന്ന് പതുങ്ങി നിന്ന ശേഷം മുന്നോട്ട് കുതിച്ചു കയറിയ ദിൽഷയ്ക്ക് പിന്നീട് ഒരു തിരിഞ്ഞുനോട്ടത്തിന്റെ ആവശ്യം വന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ക്യാപ്റ്റൻസി ടാസ്കിലും തന്റെ എതിരാളികളായ നിമിഷയ്ക്കും അപർണയ്ക്കും ഒരു ചാൻസ് പോലും കൊടുക്കാതെയാണ് വിജയിയായത്. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 4 ആദ്യ ലേഡി ക്യാപ്റ്റനായി ചുമതലയേറ്റു. ഇതിൽ നിന്നൊക്കെ പ്രേക്ഷകർക്കും ഓഷ്യാനിക് മീഡിയയ്ക്കും മനസ്സിലാക്കാൻ സാധിച്ചത്, ദിൽഷ എന്ന കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിൽ കളി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി സംഗതി മൊത്തത്തിൽ കളറാകും. അതിനുള്ള വെള്ളം അടുപ്പത്ത് തിളച്ചു മറിയുന്നും ഉണ്ട്.